നമ്മള് ഒക്കെ മനസ്സിലായി. യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ചേച്ചി പോസ്റ്റ് ചെയ്ത് കൊടുക്കും. ചോക്ലേറ്റുകൾ പ്രണയം വഹിക്കാതിരുന്ന കാലത്തിന്റെ കടലമുട്ടായി. മനോഹരമായതൊക്കെ നീണ്ടു നിൽക്കട്ടെ. ഫേസ് വാഷ് എന്താണെന്നറിയോ? ജെല്ല്. സന്ദേശമൊഴിഞ്ഞ സന്ദേശഭാഗങ്ങൾ. അത് കുറച്ച് പാടായിരിക്കും. ഇത് ഇല്ലാത്ത ഇതൊക്കെ പറയുന്നത് അല്ലല്ലോ. ഇൻഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങി സന്ദേശങ്ങളുമായി സഞ്ചരിക്കുന്ന കുഞ്ഞു സ്ഫടിക കുപ്പികൾ പേരുന്നത് എത്രയെത്ര ഹൃദയങ്ങളുടെ സുരഭില സുന്ദര സ്വപ്നങ്ങളാണെന്നോ ഇത് മനസ്സിലാവാൻ സാധ്യതയില്ല കേട്ടോ. അമോർടെൻഷ്യ അത് ഹാരി പോട്ടറിലെ ഒരു ലവ് പോഷനാണ്. ഉന്മാദിനിയുടെ ഭ്രമങ്ങളും കോപതാപങ്ങളും സമാസമം കാണാൻ സാധിക്കൂ. ആഗ്രഹിച്ചാലേ അനുഭവിക്കാൻ സാധിക്കൂ. അമോർഷ്യ. വേപ്പ് ആരോഗ്യത്തിന് തേപ്പാണോ? വേപ്പ് നീം സോപ്പ് ആണോ? ആയുർവേദ. കാണുന്നതൊക്കെ കാഴ്ചകളും പിന്നീട് ഓർമ്മകളും. ക്യാമറ. അതെ മൃദുത്വം, മാർദ്ദവം. മോയ്സ്ചറൈസർ. ഹിമാലയ. വാസ്തവത്തിൽ മഴ നനയുന്നത് രസമുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലായി. അനിവാര്യമല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും ദുഷ്ടമായ മനുഷ്യനെ കാണാനുള്ള കണ്ണാടി. അതിനെക്കുറിച്ച് ഒരു കവിത എഴുതണമെന്ന് തോന്നിയാലോ? മറ്റേ ചെറിയ പക്ഷെ എനിക്ക് ഈ പോക്ക് കേട്ടിട്ട് തോന്നുന്നില്ല. എല്ലാ ഗന്ധങ്ങളും എനിക്കിഷ്ടമാണ്. താക്കോലവരുടെ കാവൽക്കാരൻ കീച്ചനാണോ? കുഞ്ഞുകൊണ്ടുവന്ന പാൽക്കുപ്പിയാണോ? പാൽക്കുപ്പി ശരിക്കും 2 ലിറ്ററാ? കറുത്ത പാല്. അത് മറ്റേ പ്രേമലേഖനായിരുന്നു. വിശാഖിന് പ്രണയപൂർവ്വം വെണ്ണില. അതില് ഇതൊന്നും ഉണ്ടാവില്ല. 28 പെണ്ണാള് അല്ലല്ലോ. ഗണപതിയുടെ രൂപം. ഈ മധുരത്തിനെന്ത് മധുരമാണ്. ഓരോ വിശപ്പും മധുരമാണ്. മധുരിക്കട്ടെ. വിശപ്പല്ലേ? എന്റെ മുന്നേ ചവിട്ടി താഴെ അല്ല അടുത്തിരിക്കുന്ന മണമടിച്ചിട്ടാണോ മധുരമാകുന്നു. മധുരം കലരാത്ത ആശംസകൾ അത്രമേൽ മധുരതരമാകുമോ? മധുരതരമായിരിക്കുമോ? അതിനായി ഒരല്പം മധുരം കഴിച്ചാലോ? അതല്ല, ഒരിക്കലെങ്കിലും ബസ്സിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? കപ്പലിനകത്ത് പറക്കുന്ന ഒരു തോണി വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു.
വായിക്കേ. എന്റെ പ്രണയിനിയുടെ ചുംബനം ഗഡാലിംഗനവും. എന്റെ ഗാഡാലിംഗനോ? ഗാഡാലിംഗനോ? സമാധാനമാണത്. മൂല്യം അപൂർവം, വളരെ സൂക്ഷിച്ച് മിതമായ അളവിൽ ഉപയോഗിക്കുക. എപ്പോഴും എനിക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. അത് ആ തന്ന കുട്ടിയിലെ സമാധാനം അതേപോലെ കിട്ടാത്ത സമാധാനം. അതെ വിശാഖ ആഗ്രഹിച്ചൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സമാധാനം 30 ചെറവല്ല, ഉത്തരവാദിത്തങ്ങളുടെ 30. ഇതുപോലെ അത് മൊത്തത്തിൽ ചെപ്പാണ് അതിനാണ് സമാധാനം. അതിങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കാം. ഇതിലെ സമാധാനം വിശ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. സമാധാനം കിട്ടത്തില്ല പോയി അതോടെ പോയി ആകെയുള്ള സമാധാനം അത്. സമാധാനം ഇത് അച്ഛൻ്റെയൊക്കെ ഇതിനെ 4 തവണ കടന്നുപോയാൽ തീർന്നത് എന്ത്? സമാധാനമാണ്. ആ, അതെ സമാധാനം. കുറച്ച് തരോ ചോദിക്കും. ഇത് ഷർട്ടല്ലേ? ആ ഷർട്ടാണ് അച്ഛനുണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് എന്നിട്ട് ചോദിച്ചു വിശാനോട് ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ എന്ന്. ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്? അച്ഛനോ ഇവിടെ വന്ന് വെച്ചത്. അത് പിന്നെ ഞാൻ ഒന്നും എഴുതിയിട്ട് കാര്യമില്ലായിരുന്നു. അച്ഛൻ ഓൾറെഡി വിളിച്ചു ചോദിച്ചു അയ്യോ എങ്ങനെ നന്നായിട്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനെ വേണ്ടിട്ട് കുഞ്ഞപ്പന് കിട്ടിയില്ല. പാഞ്ചാലി വർഷം തിരുന്നില്ലല്ലോ. ഇത് ഫ്ലവറി ആയിരിക്കും അച്ഛന്റെ സെലക്ഷൻ അല്ലേ ഏ ഗുഡ് നൈസ്. നീ ഫ്ലവറിനെ പറയാം ഇത്രയും കൊടുത്ത് കൈ അടിച്ചില്ല. അച്ഛൻ്റെ അമ്മയുടെ കൊടുത്തപ്പോ കൈ അടിച്ചു. സംഗീതം കൊണ്ട് നിശ്ചലമായി പോകുന്ന നിമിഷങ്ങൾക്ക്. ആ ഇതെനിക്ക് മനസ്സിലായി. അല്ല ഇത് മാത്രമേ കണ്ടില്ല വിചാരിച്ചുള്ളൂ. ഇത് തന്നെ ഹെഡ്സെറ്റോ അല്ല അല്ല ഒത്തിരി ഇളക്കരുത്. അല്ലടാ അതായത് മെല്ലെ അധികം ഇളക്കണ്ട. നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ. അല്ല അല്ല ആ കോട്ട് രസമുണ്ട്. സംഗീതം കൊണ്ട് നിശ്ചലമാകുന്ന നിമിഷം ഷാരിന് ഇഷ്ടപ്പെടും. വിശാൻ ആകെ ഇഷ്ടപ്പെട്ടു മാത്രം. ഏട്ടൻ പിടിക്കട്ടെ. ലോബിനെ വിശാഖ പൊളിക്കട്ടെ പൊട്ടിക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. വിശാലിന് എങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ ഓർത്തിരിക്കും. മന്നോ വാവ് ആടുന്ന ആടില്ല ആടില്ല ആടൂ ആടില്ലല്ലോ. ചേച്ചി ബോണസ് ആണ്. ുമായി അഗാധ പ്രണയത്തിലാണ് വിഷ. നക്ഷത്രങ്ങൾ ഉയർത്തോളം കാലം ഈ വായ്പകൾ എന്റെ പെണ്ണ് കാണാൻ വന്ന ചെറുക്ക സ്നേഹത്തോടെ അപ്പനാണിലാണ്. ആ പേപ്പർ ആവശ്യം തരണേ. അല്ല ചേച്ചി ചേച്ചി വായിച്ചു കൊടുക്കുമ്പോ ഫിലം പെരുന്നാൾ പാട്ടില്ല. തമിഴ്